നമുക്ക് കണക്കുകൾ എന്ന് പറയുന്നത് കള്ളം പറയത്തില്ല. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനം ചെലവഴിച്ച എവിടെയാണ്? കേരളത്തിലാണ്. കേന്ദ്രം ചോദിക്കുന്നത് എന്താണ്? ഏറ്റവും കുറവ് പട്ടിണിക്കാർ കേരളത്തിലാണ്. പക്ഷേ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ പൈസ ചെലവഴിക്കുന്നത് കേരളത്തിലാണ്. അതിന് കാരണം എന്താണ്? നമ്മൾ കൃത്യമായിട്ട് പദ്ധതി നടപ്പാക്കുന്നു. അതിന് ഏറ്റവും നല്ല നിലയ്ക്ക് കേരളമല്ലേ അനിൽകുമാറിനെ സംസാരിക്കാൻ വിദ്യാഭ്യാസത്തിന് പോയിക്കൊണ്ടിരിക്കുന്നത്. ദയവായി കേൾക്കൂ. രണ്ടാമത്തെ കാര്യം, 6 ലക്ഷം പേര് ഈ മോദി വന്നേ പിന്നെ ഇന്ത്യ വിട്ടുപോയി. നിങ്ങൾക്കത് വിഷയമല്ല. 6 ലക്ഷം പേര് മോദി വന്നേ പിന്നെ പാസ്പോർട്ട് ഉപേക്ഷിച്ച് ഇന്ത്യ വിട്ടുപോയി. അത് പറഞ്ഞാൽ മോദിക്ക് വിഷമം വരും. അതുകൊണ്ട് നിങ്ങളെന്താ പറയുന്നത്? കേരളത്തിൽ നിന്ന് കുറേ പിള്ളേർ കാനഡയിൽ പഠിക്കാൻ പോയിട്ടുണ്ട്. അതിപ്പോൾ തുടങ്ങിയല്ലോ. പക്ഷേ ഇന്ത്യയിൽ നിന്നും പുറത്തു പോകുന്ന വിദ്യാർത്ഥികളിൽ 4% മാത്രമാണത്. കണക്ക് ഞാൻ പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്ന വിദ്യാർത്ഥികൾ 4%-മേ കേരളീയരുള്ളൂ. അല്ലാണ്ട് കേരളത്തിൽ നിന്ന് പിള്ളേരെല്ലാം വിദേശത്ത് പോകുന്നതൊക്കെ കെട്ടുകഥയാണ്. ഞാൻ പറയട്ടെ, മുരളീധരന്റെ കണക്ക് കള്ളമല്ല. ഞാൻ ആധികാരികമായിട്ടുള്ള കണക്കാണ് പറയണത്. അതുപോലെ തന്നെയാണ് പറയുന്നത്. സപ്ലൈകോയുടെ കാര്യം നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പറയുന്നത് എന്താണ്? സപ്ലൈകോയെ തകർത്തത് കേന്ദ്രത്തിൻ്റെ നിലപാടാണ്. നെല്ലിൻ്റെ താങ്ങുവിലയുടെ പൈസ അഡ്വാൻസ് തരുമോ? നിങ്ങൾ മോദിയോട് ചോദിക്കേണ്ടതാണ്, ഒരു വർഷം ഇത്ര ലക്ഷം ടൺ നെല്ലെടുക്കണം. ശരി, അതിന് കേന്ദ്ര സർക്കാർ തരേണ്ടത് 23 രൂപയാണ്. ബാക്കി രൂപ കേരളമാണ് മുടക്കുന്നത്. 6 രൂപ 20 പൈസ കേരളം മുടക്കുന്നുണ്ട്. 7 രൂപയ്ക്ക് എടുത്ത് കേരളം മുടക്കുന്നുണ്ട്. കേന്ദ്ര വിഹിതം ഈ നെല്ലെടുക്കാൻ അഡ്വാൻസ് ആയിട്ട് തരുമോ? അത് നിങ്ങൾ ചോദിക്കത്തില്ല കേട്ടോ. അഡ്വാൻസ് ആയിട്ട് തരണം എന്ന് പറഞ്ഞാൽ മോദി പണങ്ങും. മോദിയെ പേടിയാ. മോദി പണങ്ങും. മോദിയെ പേടിയാണ്. ഇതാണ് നിങ്ങളുടെ നയം. അതുകൊണ്ട് പറയുന്നത് മോദിക്ക് എന്ത് പറ്റുമെന്നല്ല, കേരളത്തിൽ എന്ത് പറ്റും എന്നാലോചിക്കുക. കേരളത്തിൽ എന്ത് പറ്റുമെന്ന് ആലോചിച്ചാൽ കേരളത്തോടൊപ്പം നിങ്ങൾക്ക് നിൽക്കാം. വൈകിയെങ്കിലും കേരളത്തോടൊപ്പം നിൽക്കാൻ തയ്യാറാകണം കോൺഗ്രസ്. അതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ശരി.